ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ അല്ല, ഞാനും എൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി UK നിന്ന് ഇന്ത്യയിലേക്ക്. ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒരു വർഷമില്ലേ, ഒരു വർഷത്തിന് ശേഷവും അവൾ 3 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ വരുന്ന കാര്യം വീട്ടിലെല്ലാവർക്കും അറിയാം. കാരണം വാശി പിടിച്ച് വഴക്കിട്ടിട്ട് ഡേറ്റ് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വരുന്നത് അവർക്കാർക്കും അറിയില്ല. സോ അത് എത്രത്തോളം സർപ്രൈസ് ആവുമെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം. എന്താണെങ്കിലും ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് ആലോചിച്ചാണ്. പക്ഷേ അന്നേരം മൊത്തത്തിൽ തിരക്കായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ട്രെയിൻ എത്തി പകുതി ഇപ്പോൾ ഓർത്ത് അയ്യോ കർത്തവി ബ്ലോഗ് എടുക്കേണ്ട ഇഷ്യൂ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതായത്. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു. അവർ ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ അവരിവിടെ എത്തും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു ഹോട്ട് ചോക്ലേറ്റും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി റെഡി ആയിരിക്കാമെന്ന് കരുതി. നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കൊന്ന് സെറ്റായിരിക്കും. ഇവിടെ ഒരാൾ വേറെ കുറച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുക. കാണിച്ചു തരാമേ. ഭാര്യയുടെ ഉത്തരവാദിത്വ ബോധം അറിഞ്ഞുകൊണ്ട് പെട്ടി മാറി പോകാണ്ടിരിക്കാൻ വേണ്ടി സ്റ്റിക്കറുകൾ പരപര ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം കെട്ടിയോൻ. അത് സത്യമുള്ള കാര്യമുണ്ടോ. കാരണം എത്ര ബോധം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ചില സമയം കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ചറവർ എന്തായാലും ഒട്ടിച്ചെന്നൊരു മെനക്കൊട്ടിക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ ചറവർ ഒട്ടിച്ച് വെച്ച നേരത്തിന് അതൊരു ഓർഡറിലൊട്ടിക്ക് കലാവിരുന്ന്. അപ്പോൾ ഈ കലാകാരന് നിങ്ങൾ എത്ര റേറ്റ് കൊടുക്കും എന്നുള്ളത് ഒന്ന് പറ. ഒന്ന് നോക്കൂ, ക്യാമറയിലേക്കൊന്ന് പുഞ്ചിരിക്കൂ. സോറി ഗൈസ്, ഞങ്ങൾ ക്യാമറയിൽ വരാൻ മടിയുള്ള. എനിക്കങ്ങനെ പൊതുവെ എല്ലാവരും ഇങ്ങനെയാണോ ക്യാമറ കാണുമ്പോൾ മടി വരുന്നത്? എൻ്റെ വീട്ടിലാരും ഇങ്ങനെയില്ല കേട്ടോ. ഈ ജീനുവിൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. ബിബു ബേബി, ബിബു ജെഫ്രിന ജോൺസ്. നമ്മൾ നാട്ടിൽ പോവുക. അതെ, അവർ വെയിറ്റ് നോക്കുക. എത്രയുണ്ട്? 15. മറ്റേത് നോക്ക്, 15. രണ്ടിനും 15. എനിക്ക് 20, 12. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ചെക്കിൻ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആർക്കും അത്ര ഇൻട്രസ്റ്റ് അല്ലേ വീഡിയോയിൽ വരാനായിട്ട്. ഞാൻ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അപ്പന്മാർ സന്തോഷിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ബാക്കി ഇനി ചെന്നിട്ട് കാണാം. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ ഗേറ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഗേറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ഫ്ലൈറ്റിൽ കയറുക, ബാക്കി കാര്യങ്ങൾ. അങ്ങനെ നാട്ടിലെത്താൻ പോവുകയാണ്. 2 weeks അല്ലേ റോജിന് എന്താണ് തോന്നുന്നത്? മിക്സ്ഡ് ഇമോഷൻസ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലോട്ട് നമ്മൾ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്തിഹാദ് എയർലൈൻസിലേക്ക് ഫസ്റ്റ് ടൈമായിട്ട് യാത്ര ചെയ്യുകയാണ്. നമ്മൾ സീറ്റ് തപ്പി പോയി. നമ്മളുടെ സീറ്റ് മിഡിൽ സൈഡിലായിട്ടാണ് വരുന്നത്. കറക്റ്റ് വിങ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം സീറ്റ് കിട്ടിയത് കേട്ടോ. അത് പറയാണ്ടിരിക്കാനായിട്ട് വയ്യ. എന്തായാലും കൊള്ളാം. നല്ല വ്യൂ ആണ് കേട്ടോ പുറത്ത്. എത്രത്തോളം കാണാൻ പറ്റുമെന്നാണ് എനിക്കറിയില്ല. വിങ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ നമുക്ക് സീറ്റിൽ നമുക്കൊരു ഹെഡ്ഫോൺ ഉണ്ട് ഇവിടെയായിട്ട്. അതുപോലെ തന്നെ നല്ല ഒരു ബ്ലാങ്കറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ വരുന്ന ഒരു പൗച്ചുണ്ട്. അതിനകത്ത് കൂടുതലും നമുക്ക് ഇയർബഡ്സും അതുപോലെ തന്നെ ഐ കവറും അതൊക്കെയാണ് അകത്തുള്ളത് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു സ്ക്രീൻ ഉണ്ട്. എന്താണെങ്കിലും കൊള്ളാം. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എത്തിഹാദിൽ കയറുന്നത്. പൊളിച്ച് ആണോ? പിന്നെ കുറച്ച് നമ്മൾ ഫുഡ് എത്തിയപ്പോൾ ഫുഡ് എന്ന് പറയാനായിട്ട് ഒരു കൂട്ടർ നമുക്കൊരു ബണ്ണുണ്ടായിരുന്നു, പിന്നെ ലാംബ് ആൻഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു സാലഡ്, പിന്നെ ചീസ് കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ 1 ബോട്ടിൽ വാട്ടർ ആൻഡ് ഒരു മാംഗോ ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തത്. എന്താണെങ്കിലും കൊള്ളാം. പക്ഷേ ഈ ബൺ അത്ര കുറച്ച് സ്റ്റിഫായിട്ട് തോന്നി. പക്ഷേ റൈസ് ആൻഡ് കറി, ലാംബ് കറി, അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല വിശപ്പുണ്ടായത് കൊണ്ടാണോ എന്നറിയില്ല, അത്രത്തോളം ടേസ്റ്റായിരുന്നു അത്. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മറ്റൊക്കെ റോജ് എന്തൊക്കെയോ കാണിച്ചിട്ടില്ല.
കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മാർഗരീറ്റ പിസ്സ കിട്ടി. ഫൈനലി അങ്ങനെ നമ്മൾ എത്തിഹാദ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അധികം നിൽക്കാൻ പോലും സമയമില്ല. ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റ് ഒരു ഹാഫ് ആൻ അവർ ഡിലേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓടിച്ചാടി എന്തൊക്കെയോ എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് കണക്ഷൻ ഫ്ലൈറ്റിലോട്ടുള്ള ഒരു ഓട്ടമായിരുന്നു. നമുക്ക് എന്തോ ഒരു 20 മിനിറ്റ്സേ നമുക്കിവിടെ ചെക്ക് ഇൻ കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ്സ് തികച്ചില്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ അവിടെ അനൗൺസ്മെൻറ്റ് ഓൾറെഡി വന്നു. ഞങ്ങളപ്പോൾ അങ്ങോട്ടേക്ക് ഓടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറി. നല്ല ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം ഇതൊരു മൂടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ഫുഡ് എത്തി. അപ്പോൾ അതിൽ പറയാനായിട്ട് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു ബണ്ണിൻ്റെ റോൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മാംഗോ ജ്യൂസ്, പിന്നെ 1 ബോട്ടിൽ ഓഫ് വാട്ടർ, അതുപോലെ തന്നെ ബട്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. പിന്നെ സാലഡ് ആയിട്ട് പറയാനായിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ലൊരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, മാംഗോ ഫ്ലേവറിലുള്ള ഡെസേർട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും കുറച്ച് റൈസ്, ചിക്കൻ കറി, പിന്നെ ഒരു തോരൻ പോലെ സൈഡ് ഡിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 6 മണിയായപ്പോഴേക്കും നമുക്ക് പുറത്ത് കുറച്ച് വെളിച്ചം കണ്ടു. നല്ല രസമുണ്ടോ ഈ നേരം വെളുക്കുമ്പോൾ ഭൂമിയിലും ആകാശത്തും നടുക്കിൽ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് സുരക്ഷിതമായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എന്താണെങ്കിലും നല്ല രസമായിരുന്നു. അധികം ടർബുലൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ലാൻഡിങ്ങിൻ്റെ സമയത്തും ചെറിയൊരു ഷേക്കിംഗ് ഉണ്ടായിരുന്നു. അതർവൈസ് എന്തുകൊണ്ടും നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ വന്നില്ലെന്ന് നോക്കണം. ഫസ്റ്റ് ഇമിഗ്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇങ്ങനെ എന്റെ ഒരു കൈ ചെറിയിട്ടൊക്കെ ഒരു കൈ റോജൊക്കെ തന്ന് കിടത്തി. അമ്മച്ചിയുടെ ഇതെന്തായിരുന്നു വികാരം പറ. ഞാൻ റോജ വന്ന അമ്മച്ചിക്ക് അറിയാം. കൂടിയ എനിക്ക് പറ്റില്ല. ഇതാരാണ്ട് പറയണ എല്ലാ ഫോണിലും ശരിക്കും വികാരമല്ല, എനിക്കങ്ങാട് നിറഞ്ഞിട്ട് പറ്റണില്ലായിരുന്നു. മനസ്സുകൊണ്ട് എനിക്ക് നിറഞ്ഞു ഭയങ്കര. അപ്പച്ചിയുടെ ഇതെന്തായിരുന്നു? ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പച്ചിയുടെ വികാരം എന്തായിരുന്നു? അപ്പച്ചിക്ക് വികാരമില്ല. അപ്പച്ചി ശരിക്കും സ്റ്റക്കായിട്ട് ഞങ്ങൾ നിന്റെ കണ്ടപ്പോ ശരിക്കും സ്റ്റക്കായി. അടുത്ത പ്രാവശ്യം സർപ്രൈസ് ആയിട്ട് വന്നു. ഞങ്ങൾ വന്നില്ല. അല്ല ഞങ്ങളെ മര്യാദക്ക് പറഞ്ഞ് അവിടുന്ന് ഊബർ എന്തെങ്കിലും ബുക്ക് ചെയ്ത് ഡയറക്റ്റ് വന്നോളാം. നിങ്ങൾ ആരും വന്ന് കൊണ്ടുവരാണ്ട് ഞങ്ങൾ വീട്ടിലെത്തിക്കോളാം. ഉണ്ട്. ഹലോ ഹലോ അമ്മ, ഞാനിത് ചാനലിലിടും, ഒന്ന് ചിരിച്ചോ. അമ്മച്ചിക്ക് മോങ്ങല് കാണണം. അമ്മച്ചിക്ക് അരച്ച് മോങ്ങി, കാലിന് മോങ്ങി. അത് ഓടിക്കൊണ്ട് തന്നെ കാരനോണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അധികം വീഡിയോ ഒന്നുമില്ല. ഉള്ള 10 ദിവസം ഇവിടെ അടിച്ചു പൊളിക്കും. നോ ടൈം ഫോർ വീഡിയോസ് എന്ന് പറയണ പോലെ. അപ്പോൾ ഓക്കെ, ബൈ.